രാധമ്മയ്ക്ക് അന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് രാധമ്മ. എന്നും ഒരു 8 മണിയാകുമ്പോൾ പോയാൽ മതി. എന്നാൽ അന്ന് നേരത്തെ പോകണമെന്ന് അവിടെ നിന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് 7:30 ആയപ്പോഴേ രാധമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങിയത്. രാധമ്മയുടെ ഭർത്താവ് ജിമ്മിച്ചന് ഇലക്ട്രിസിറ്റിയിലെ എഞ്ചിനീയറാണ്. ജിമ്മിച്ചന് 9:30 ആയിട്ടേ പോവുകയുള്ളൂ. ഇവർക്ക് 2 പേർക്കും 2 മക്കളുണ്ട്, 2 പെൺകുട്ടികൾ. മൂത്തവൾക്ക് 9 വയസ്സും രണ്ടാമത്തെ അവൾക്ക് 6 വയസ്സും. രാധമ്മയുടെയും ജിമ്മിച്ചൻ്റെയും വിവാഹം വീട്ടുകാരുടെ എതിർപ്പോടുകൂടിയാണ് നടന്നത്. കാരണം 2 പേരും 2 മതത്തിൽപ്പെട്ടവരായിരുന്നു. രാധമ്മയുടെ വീട്ടുകാർക്ക് ആയിരുന്നു കൂടുതൽ എതിർപ്പ്. എന്നാൽ ജിമ്മിച്ചൻ്റെ വീട്ടിലെ ജിമ്മിച്ചൻ്റെ അമ്മയ്ക്ക് എതിർപ്പുണ്ടെങ്കിലും മകൻ്റെ ഇഷ്ടത്തിന് അമ്മ സമ്മതിക്കുകയായിരുന്നു. രാധമ്മയുടെ വീട്ടുകാരെ വിവാഹത്തിന് ശേഷം രാധമ്മയെ കാണാൻ വരികയോ രാധമ്മ അങ്ങോട്ട് പോവുകയോ രാധമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അന്ന് രാധമ്മ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഇങ്ങനൊരു മകളില്ല, നീയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്നും പറഞ്ഞാണ് അന്ന് അവർ രാധമ്മയെ അന്ന് കൈ ഒഴിഞ്ഞത്. അതിനുശേഷം രാധമ്മ ആ വീട്ടിൽ പോയിട്ടില്ല. എന്നാൽ ജിമ്മിച്ചനും രാധമ്മയും വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞത്. അവരുടെ കയ്യിൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അത് നാട്ടുകാർക്ക് ഒരു അസൂയ തന്നെയായിരുന്നു. കാരണം പലയിടത്തും പ്രേമവിവാഹങ്ങളൊക്കെയും വളരെ പരാജയപ്പെടുന്ന ആ കാലങ്ങളാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായ ജീവിതമായിരുന്നു. അങ്ങനെ 2 മക്കളുണ്ടായി, 2 പെൺകുട്ടികൾ. ആ കുഞ്ഞുങ്ങൾ നല്ല സ്നേഹമുള്ള ആ അച്ഛനെയും അമ്മയും അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന് അവർ പറയുന്നതൊക്കെ കേട്ട് വളരുന്ന മക്കൾ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ജിമ്മിച്ചൻ്റെ അമ്മയാണെങ്കിലും രാധമ്മയോട് വളരെ സ്നേഹമായിട്ട് തന്നെയാണ് പെരുമാറിയത്. ഒരു മറ്റുള്ള മതത്തിലെ ഒരാളെന്നുള്ള രീതിയിൽ കൂടൊന്നുമല്ല രാധമ്മയോട് ജിമ്മിച്ചൻ്റെ അമ്മ പെരുമാറിയത്. അന്ന് ജിമ്മിച്ചന് രാധമ്മയോട് പറഞ്ഞു, ധൃതി വെച്ചൊന്നും പോകണ്ട, സാവകാശം പോയാൽ മതി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പോകുമ്പോൾ നിന്നെ അവിടോട്ട് ഇറക്കാം. ഇപ്പം രാധമ്മ എന്നും 2 വീലറുണ്ട്, ആക്റ്റീവ, അതിലാണ് പോകുന്നത്. രാധമ്മ പറഞ്ഞു, സാരമില്ല, ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. രാധമ്മ പെട്ടെന്ന് തന്നെ രാവിലത്തേക്കുള്ള കാപ്പി റെഡിയാക്കി കുഞ്ഞുങ്ങൾക്കുള്ള എടുത്ത് വെച്ചു. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി വല്ലതും കഴിക്കണം, ജിമ്മിച്ചന് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ജിമ്മിച്ചന് ആഹാരം കൊടുക്കണം, അമ്മച്ചി മരുന്നൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് രാധമ്മ അവിടുന്ന് പോയത്. മക്കൾ 2 പേരും ഓടി വന്നു. മക്കളെ 2 പേരും കെട്ടിപ്പിടിച്ച് 2 പേർക്കും ഉമ്മ കൊടുത്തു. അമ്മ വൈകിട്ട് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് മക്കൾക്ക് എന്നൊക്കെ ചോദിച്ച് മക്കളെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചിട്ടാണ് രാധമ്മ ആ വണ്ടിയിൽ കയറിപ്പോയത്. ഒരു 9:30 ആയപ്പോൾ ജിമ്മിച്ചനും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. പെട്ടെന്നാണ് ജിമ്മിച്ചൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോൺ കോൾ വന്നത്. ജിമ്മിച്ച രാധമ്മ പോയ വണ്ടി ഒരു ടിപ്പർ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചു, വളരെ സീരിയസ് ആണ്, രാധമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ജിമ്മിച്ചൻ പെട്ടെന്ന് അവിടുന്ന് കാറും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. കണ്ട കാഴ്ച ജിമ്മിച്ചന് അത് സഹിക്കാൻ വയ്യായിരുന്നു.